everyone, welcome again to my channel. ഞാൻ സംഗീത. So finally ഞാൻ എൻ്റെ ഗോൾഡൻ വെയിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. യെസ്, മാസങ്ങളുടെ സ്ട്രഗിളിന് ശേഷം എൻ്റെ പ്രഗ്നൻസി വെയിറ്റ് ഞാൻ മുഴുവനായിട്ട് കുറച്ചേക്കാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഹൈറ്റിനൊത്ത വെയിറ്റ് ആണ് കേട്ടോ. 58 കിലോ ആയിക്കാണ് ഞാൻ. ഒരു വലിയ ജേർണി തന്നെയായിരുന്നു ഇത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയാണ് പറയുന്നത്. തടി കുറയ്ക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തത്, എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്തത്, എന്ത് എക്സസൈസ് ആണ് ചെയ്തത്, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്താണ് ചെയ്തത്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്രേവിങ്സ്, ഭക്ഷണത്തിനോടുള്ള ക്രേവിങ്സ് എങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്തു, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എങ്ങനെ എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും ലൈഫ് ലോങ്, അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, ഫിറ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, പിന്നെ നല്ല ഗ്ലാമർ ഒക്കെ വെക്കണം, നിങ്ങളുടെ സ്കിന്നൊക്കെ ക്ലിയർ ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഓക്കെ, ഞാൻ വണ്ണം കുറയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, വണ്ണം കുറയ്ക്കില്ലേ, മുഖത്തിൻ്റെ ഭംഗി പോകുന്നു, ഭയങ്കരമായിട്ട് കവളൊട്ടുന്നു, പ്രായം കൂടുതൽ പോലെ തോന്നിക്കുന്നു. പക്ഷെ എനിക്ക് വണ്ണം കുറയ്ക്കേണ്ടത് ഒരു അത്യാവശ്യമായിരുന്നു. അലക്സി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുറേ ഹെൽത്ത് പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ICU വരെ അഡ്മിറ്റ് ആയ ആളാണ് ഞാൻ. അപ്പം അങ്ങനെ കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ണം കുറയ്ക്കാം, വണ്ണം കുറച്ചാൽ ഹെൽത്തി ആയിട്ടിരിക്കും, അസുഖങ്ങൾ വരാതിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ ചെയ്തു. ആ ഒരു ഗോളിൽ വെച്ചിട്ട് ഞാൻ മുന്നിട്ടിറങ്ങി വണ്ണം കുറയ്ക്കാനായിട്ട്. ആൻഡ് ഫൈനലി ഐ അച്ചീവ്ഡ് ഇറ്റ്. നല്ല ഡയറ്റും എക്സസൈസും അതുപോലെ തന്നെ നല്ല ഫോക്കസ് ഉള്ള മനസ്സോടെ നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും kg, അതായത് 75 ഒരു 58 മിനിമം ഒരു 10 monthsനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 years എടുത്തു ഈ ഗോളിലേക്ക് എത്താനായിട്ട്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തടി കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സമയം എടുത്തിട്ടാണ് വണ്ണം കുറച്ചത്. ഒരുപാട് സമയം എടുത്തു. അതിനിടയ്ക്ക് സുഖലാണ്ടായി, അതിന്റെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മടി വന്നു. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തു, ഓൾമോസ്റ്റ് ഒരു 2 years എടുത്തത്. എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാൻ ഉള്ള വഴി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. തിയറി ഒക്കെ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് വണ്ണം കുറയ്ക്കേണ്ടത് എന്ന് ആരടുത്തും ചോദിച്ചാലും എളുപ്പത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഡയറ്റും എക്സസൈസും, ഡയറ്റിന്റെ പല വേരിയേഷൻസ്, അതുപോലെ തന്നെ എക്സസൈസിന്റെ പല വേരിയേഷൻസ് ഒക്കെ പറയും. സംഭവം വളരെ എളുപ്പമാണ്. പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ചെയ്യണം. അതും ഒരു ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഇടാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് റിസൾട്ട് കിട്ടുക. പിന്നെ പലപ്പോഴും നമ്മുടെ ബോഡി ആ പർട്ടിക്കുലർ ഡയറ്റിനോട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്സസൈസിനോട് യൂസ്ഡ് ആവും. അങ്ങനെ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബോഡി കുറയും, പിന്നെ വണ്ണം കുറയില്ല. അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ ഘട്ടത്തിലൂടെയും ഓരോ ഓബ്സ്റ്റിക്കിളിലൂടെയും എനിക്ക് പോകേണ്ടി വന്നു. ആൻഡ് മെയിനായിട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻസ്, മെയിനായിട്ട് മടി പിടിക്കുക, അതുപോലെ തന്നെ ഫുഡ് ക്രേവിങ്സ്. ചില ഭക്ഷണങ്ങൾ കാണുമ്പോൾ കൺട്രോൾ പോയിട്ട് കഴിക്കും, അറിയാതെ കഴിച്ചു പോകും നമ്മൾ, അല്ലെ, അമിതമായിട്ട് കഴിച്ചു പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ. പിന്നെ ഓരോ ആൾക്കാരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് വെയിറ്റ് ലോസ് ജേർണി പെട്ടെന്ന് ആവാം, ചിലർക്ക് അത് വളരെ സ്ലോ ആയിട്ടാവാം. എൻ്റെ ഓൾമോസ്റ്റ് ഒരു സ്ലോ ആയിട്ട് തന്നെയാണ് നടന്നത്. കാരണം എനിക്ക് PCODയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ കുറച്ച് സമയം എടുത്ത് വളരെ സ്ലോ ആയിട്ടാണ് നടന്നത്. പിന്നെ എൻ്റെ കുറെ മടിയും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നീണ്ടും പോയി. ഡയറ്റ് ബേസിക്കലി പലതരം ഡയറ്റ് ഫോളോ ചെയ്തിരുന്നു. ആദ്യത്തെ ഡയറ്റ് ഫോളോ ചെയ്തത് നോർമൽ 3 നേരമുള്ള ഭക്ഷണം ആയിരുന്നു കഴിച്ചിരുന്നത്. അത് അളവ് കുറച്ചിട്ട് കഴിച്ചു. പക്ഷേ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അത് ട്രൈ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയിരുന്നു. പിന്നെ ബോഡി യൂസ്ഡായി ആ ഒരു ഡയറ്റ് പ്ലാനിനോട്. അപ്പം അതുകൊണ്ട് തന്നെ വെയിറ്റ് പിന്നീട് അങ്ങോട്ട് കുറയുന്നുണ്ടായിരുന്നില്ല, സ്റ്റാഗ്നൻ്റ് ആയി. അപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തു, ഒരു 1 month ബ്രേക്ക് എടുത്തു.
അത് കഴിഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ എക്സസൈസും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഹെവി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് റിസൾട്ട് കിട്ടി, എന്നാലും അങ്ങനെ റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങി. ഈ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങിയത് കേട്ടോ. ആദ്യം ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു 7 hour ഈറ്റിംഗ് വിൻഡോ ആയിരുന്നു. അത് 10 AM to 5 PM ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വളരെ റീസെൻ്റ്ലി അത് മാറ്റി ഒരു 6 hours ആക്കി 8 AM to 2 PM. അതിൻ്റെ കൂടെ തന്നെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി ഞാൻ. പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്താൻ തുടങ്ങി എൻ്റെ ഡയറ്റിൽ. പിന്നെ ഞാൻ ചിയ സീഡ്സ് കഴിക്കാൻ തുടങ്ങി ഡെയിലി. പിന്നെ അതിൻ്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കാൻ തുടങ്ങി. ഒരു 3 liters ഓഫ് വാട്ടർ ഡെയിലി കുടിക്കാൻ തുടങ്ങി. ഇതൊക്കെ ലിറ്ററലി എൻ്റെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം എൻ്റെ സ്കിൻ ക്ലിയർ ചെയ്യാൻ, സ്കിൻ കുറച്ചും കൂടി ഗ്ലോ ചെയ്യാനൊക്കെ ഒരുപാട് സഹായിച്ചു. സോ ഡയറ്റ് അതായിരുന്നു ഫോളോ ചെയ്തത്. എക്സസൈസ്, പലതരം എക്സസൈസ് ഞാൻ ചെയ്തിരുന്നു. കാർഡിയോ വർക്കൗട്ട് ചെയ്തിരുന്നു, ട്രെഡ്മില്ലിൽ വർക്കൗട്ട് ചെയ്തിരുന്നു, സ്കിപ്പിംഗ് ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ വെയിറ്റ് കുറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ഏതാണ് ഫോളോ ചെയ്തത് എന്നറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക. അവിടെ ഞാൻ കാർഡിയോ വർക്കൗട്ടിൻ്റെ 2 സെറ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹോം വർക്കൗട്ട് ആണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ പ്രായക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് റൂട്ടീനാണിത്. ഞാൻ ശരിക്കും പറഞ്ഞ 3 കാര്യങ്ങളാണ് ചെയ്യാറ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എത്ര സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്താലും ആഴ്ചയിൽ 1 or 2 ദിവസം ഞാൻ ചീറ്റ് ചെയ്യും. അതായത് ജങ്ക് ഫുഡൊക്കെ കഴിച്ച് എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട് തോന്നില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് പ്രോസസ്സിനെ ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര കൺട്രോൾ ചെയ്തിട്ടും ഒരു പർട്ടിക്കുലർ ഭക്ഷണത്തിനോട് ഭയങ്കര ക്രേവിങ്സ് തോന്നുകയാണ്. ഒരു പർട്ടിക്കുലർ ദിവസം അങ്ങനെ തോന്നുകയാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഫ്രസ്ട്രേഷൻ തോന്നുന്നു ആ ഭക്ഷണം കഴിക്കാതെ. അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കഴിച്ചോളൂ. കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യം. ദ വെരി നെക്സ്റ്റ് ഡേ ആ കഴിച്ച ഭക്ഷണം ബേൺ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. എക്സസൈസ് ചെയ്യുക, പിന്നെ നല്ലോണം ഭക്ഷണം കുറച്ച് കഴിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനും ക്രേവിങ്സ് ഒക്കെ ഒരുവിധം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എൻ്റെ ഗോൾ എന്തുകൊണ്ടാണ് ഞാൻ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നത്, ആ ഗോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, സ്വീറ്റ്സ് കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഐ കീപ് റിമൈൻഡിങ് മൈ സെൽഫ് ഓഫ് ദിസ് ഗോൾ. ഞാൻ എന്തിനാണ് തടി കുറയ്ക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് തടി കുറച്ചിട്ട് ഇനി ഞാൻ ഈ ഒരു ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യില്ലേ എന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ സ്വയം ഞാൻ ഓർമ്മിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, അങ്ങനെ കോൺസ്റ്റൻ്റ്ലി ചെയ്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജങ്ക് ഫുഡ് എന്നെ മുന്നിൽ വെച്ച് എനിക്ക് അങ്ങനെ വലിയ ആർത്തിയൊന്നും തോന്നാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഡയറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരാഴ്ചയാണ് ഈ കഷ്ടപ്പാടുണ്ടാവുക. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ലൂസ്ഡ് ആവും. പിന്നെ നിങ്ങളുടെ മുന്നിൽ എത്ര ജങ്ക് ഫുഡ് വെച്ചാലും നിങ്ങൾക്ക് പിന്നെ കഴിക്കണമെന്ന് തോന്നില്ല. ദാറ്റ് ഈസ് ഹൗ അമേസിങ് അവർ മൈൻഡ് ഈസ്. സോ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡയറ്റും എക്സസൈസും നിർത്താൻ പാടില്ല. ഇപ്പൊ ഇനി തൊട്ട് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യില്ല. 3 നേരം ഭക്ഷണം കഴിക്കും. പക്ഷെ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി ഞാൻ ശ്രദ്ധിക്കും. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെവി ആയിട്ട് കഴിക്കും. ഉച്ചക്കത്തെ ലഞ്ച് കുറച്ച്, ഡിന്നറിന് മാക്സിമം ഒരു സാലഡ് അതിൽ തന്നെ ഒതുക്കും. അങ്ങനെയാണ് എൻ്റെ ഡയറ്റ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആഴ്ചയിൽ ഒരു 5 ദിവസം എക്സസൈസും ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് പോയിട്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം നിങ്ങൾ നല്ലോണം എക്സസൈസ് ചെയ്ത് തലേ ദിവസം കഴിച്ചതിൻ്റെ ഫുൾ കാലറീസ് നിങ്ങൾ ബേൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്നും നിങ്ങൾ നല്ല ഫിറ്റും ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്പോ എന്ത് ഗോളായാലും ശരി, വെയിറ്റ് ലോസിന്റെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുന്നിൽ വരുന്ന തടസ്സങ്ങൾ എന്തായാലും നിരുത്സാഹപ്പെടാതെ മുന്നോട്ട് ഫുൾ ഓൺ എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലൊരു മോട്ടിവേഷനായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. ലൈക്ക് ഇറ്റ്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്.
അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയില് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. That's bye from me. Ta-da!